ശവം നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മളെല്ലാവരും പാടെ ഒഴിവാക്കിയ ഒന്നാണ് ശവം. എന്നാൽ ശവത്തിനു വേണ്ടി കടിപിടി കൂടുന്ന ഒരുപാട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഉന്നത മതസ്ഥരും രാഷ്ട്രീയ പിരമിഡ് നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ശവത്തിനു വേണ്ടി കടിപിടി കൂടുന്നു. എന്നാൽ ഇന്നലെ പെയ്ത മഴയിൽ കണ്ട ഒരു ശവം ആ നാട്ടിൽ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ എങ്ങനെയാണെന്ന് എന്റെ ഏകാഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്നു. അല്ല, എത്ര വെള്ള ഇത് ഒന്ന് മോന്തേക്ക് കളയാം. കുളിരില് ശവം, മനുഷ്യന്റെ ശവം. ആ ശവം ഒരു ശവം, ശവം, മനുഷ്യന്റെ ശവം. ആരും കണ്ടിട്ടില്ല. അപ്പിട്ടും തന്നെ കണ്ട് ചേർക്കില്ല ശവം. അപ്പിട്ടോ എല്ലാരും അറിയിക്കും. കുമാരേട്ടാ എന്താടാ പുണ്ണി, വല്ല ഗുരുവാനും ഒപ്പിച്ചോ നീ? കുമാരേട്ടാ, ഒരു ശവം KK അമ്പലത്തിന്റെ പറമ്പിൽ വലിയൊരു ശവം കിടക്കുന്നു. ശവോ? നീ ശരിക്കും കണ്ടതാണോ? കണ്ടതാ, വലിയ ശവം. പാന്റും കുപ്പായിട്ട് കവഞ്ഞിങ്ങനെ കിടക്കുക തന്നെ. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചുതരാ. ഞാനാ അപ്പുണ്ണി ആദ്യം കണ്ടത്. കാത്തിരിക്ക, ഒരു ശവം കിടക്കുന്നുണ്ട്. ബലാലത്ത് ശരിക്കും കണ്ടതാണാ? ആ, ഞമ്മള് കണ്ട് വലിയൊരു ശവം പാന്റും കളസും ഇട്ട് ഇങ്ങനെ കിടക്കുക. പഹയ, ഇത് നേരിട്ട് കണ്ടിട്ട് തന്നെയാണോ വിളിച്ചത്? ശവം തന്നെയാണോ? ശവം തന്നെയാണ്. വരി, അപ്പുണ്ണി കാണിച്ചുതരാം. ജോസപ്പേട്ട എന്താ കുഞ്ഞാടെ? ജോസപ്പേട്ട, അപ്പുറത്തെ വയലിൽ ഒരു ശവം കിടക്കുന്നുണ്ട്. ശവോ? ആ, ശവം തന്നെ. ഇങ്ങനെ പാന്റും കളശൊക്കെ ഇട്ട് നീർന്നിങ്ങനെ കിടക്കുക. മനുഷ്യന്റെ ശവം. അപ്പുണ്യ ആദ്യം കണ്ടത്. വരി, കാണിച്ചു തരാട്ടാ. അങ്ങനെ അപ്പുണ്ണി സംഭവ സ്ഥലത്തെത്തുന്നു. കണ്ട ശവം കണ്ട? അപ്പുണ്ണി ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമില്ല അപ്പുണ്ണിയെ ശവം. അപ്പുണ്യ ആരും കണ്ടത് രാവിലെ പാലെടുക്കാൻ പോകുമ്പോ അപ്പുണ്ണി കണ്ട് ശവം. കണ്ടില്ല? എല്ലാരും കണ്ടില്ല? കുമാരേട്ട ഇപ്പൊ വിശ്വാസമായോ? ഈ ശവത്തിന്റെ കിടപ്പ് കണ്ടിട്ട് ഇതൊരു ഹിന്ദുവിന്റെ ശവമാണെന്നാ തോന്നുന്നത്. ഇജ്ജുമുണ്ടന്റെ വരാണ്ട് ഞമ്മക്കറിയാം. ഓന്റെ കടപ്പ് തന്നെ ഇതൊരു മുസൽമാന്റെ ശവം തന്നെ. ഇത് എങ്ങനെ ഇവിടെ സംഭവിച്ചു എന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാന്നും ഞമ്മക്കറിയാം. എന്തിനാ കുഞ്ഞാടുകളെ വെറുതെ ഇങ്ങനെ കശപിശ കൂട്ടുന്നത്? ഇതൊരു ക്രിസ്ത്യാനിയുടെ ശവമാണ്, സത്യക്രിസ്ത്യാനിയുടെ. എനിക്കറിയാം ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അടുത്ത സഭയിൽ ഇത് ഞാനൊരു പ്രശ്നമാക്കും. നിങ്ങളിവിടെ കിടന്ന് കശപിശുണ്ട. ഇവിടെ ഞങ്ങൾക്കറിയാം, ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്. ഈ ശവം ഇവിടെ എങ്ങനെ വന്നു, എന്ത് ചെയ്തു, ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കാൻ ഇവിടെ പോലീസിനെ ഏർപ്പാട് ചെയ്തു. അത് ഈ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തം. അതിനാരും കൈകടത്തണ്ട. ആ, അതെ, പോലീസ് വന്നല്ലോ. എടാ മാറി നിക്കണം. എടാ മാറിക്കടാ. ആരടാ ഈ ശവം ആദ്യം കണ്ടത്? ആദ്യം കണ്ട് ഞാനാ, അപ്പുണ്ണി. ഓർക്ക് മന്ദബുദ്ധിയോ? ഓരെ വെട്ടി. അപ്പുണ്ണി കണ്ടു. നീ എപ്പോഴാ കണ്ടത്? അപ്പുണ്ണി പാലേറ്റ് വരുമ്പോ ശവം ഇങ്ങനെ കമന്ന് കിടക്കാം കാറ്റില്. ആ, അപ്പുണ്ണി കണ്ടതാ. ബൈ ദ വൈ, ആരെങ്കിലും നീന്താൻ അറിയോ? ആരെങ്കിലും പോയി ആ ശവം ഒന്ന് കരക്കടിപ്പിക്കണല്ലോ. എടോ, താൻ നീന്തോ? ഒന്ന് നീന്തി ആ ശവം കരക്കടിപ്പിച്ചേ. ആ, അങ്ങനെ നീന്തല. ശവം കരക്കടിക്കണോ? ആ, മറിച്ചത്. എന്ത് സാറേ, ഇത് ശവമല്ലെന്നോ? ശരിക്കും നോക്കണേ, വെറുതെ ആളമനെ കിടത്താൻ വേണ്ടി. സാറേ, ഇത് നോക്കി കുത്തിയ
നോക്കൂത്തിയാണ് പോലും. ഇതിനാണോ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടമാനം പണിയുണ്ടായിട്ട് നിങ്ങളൊക്കെ ഒരു ശവങ്കണ്ടത്തില്. എന്നിട്ട് ഞാനിപ്പോ അല്പം വൈകിയിരുന്നെങ്കിൽ ഇവിടെ കലാപം സൃഷ്ടിക്കുമായിരുന്നല്ലോ. ഒരു ശവം കണ്ടെത്താൻ വന്നിരിക്കുന്നു. വണ്ടികളോ അപ്പ ശവല്ലല്ലോ, അപ്പനിക്ക് തോന്നിയതാ. അതും വിശേഷിച്ച് കൊറേ പൊട്ടന്മാര്. ആരാ പൊട്ടൻ? അപ്പുണ്ണി പോവാ.